അപ്പം നമ്മുടെ ഇന്നത്തെ സിനിമ ഓൾറെഡി നല്ല ലെങ്ത് ഉണ്ട് വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻട്രോ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. പക്ഷേ സിനിമയുടെ വൺ ലൈൻ പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണല്ലോ. അതുകൊണ്ട് അത് ജസ്റ്റ് അങ്ങ് പറഞ്ഞിട്ട് നേരെ സിനിമയിലേക്ക് കടക്കാം. ജനങ്ങളെ നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കോൺ ആർട്ടിസ്റ്റ് സാം, സിഡ്നി. ജനങ്ങളെ പറ്റിക്കുന്നു, അർമാദിക്കുന്നു, ലൈഫ് എൻജോയ് ചെയ്യുന്നു. ഇതാണ് ഇവരുടെ ഒരു ഡെയിലി ലൈഫ് പാറ്റേൺ എന്ന് പറയുന്നത്. എന്നാൽ ഒരു ദിവസം ഒരു FBI ഏജന്റിന്റെ കയ്യിൽ ഇവരങ്ങ് കുടുങ്ങിപ്പോകുന്നു. അയാൾക്കാണേലോ ഇവരെ കൊണ്ടൊരാവശ്യമുണ്ട്. അതെന്താണെന്നും ഏതാണെന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. അത് നിങ്ങൾ സിനിമ കണ്ടറിഞ്ഞാൽ മതി. പിന്നെ ഈ സിനിമ കുറേ ലെങ്ത് ഉണ്ട്. അതുമാത്രമല്ല കുറേ ക്യാരക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കാണുക. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. പിന്നെ സിനിമയുടെ പേര് ദി അമേരിക്കൻ ഹസിൽ. 1978 പ്ലാസ ഹോട്ടൽ, ന്യൂയോർക്ക്. സത്യം പറഞ്ഞ ഈ കഥയുടെ ആരംഭം ഇവിടെ വെച്ചല്ല. എന്നാൽ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. 10-15 മിനിറ്റ് കഷ്ടപ്പെട്ട് വിഗും സെറ്റ് ചെയ്ത് ടിപ്പ് ടോപ്പ് ലുക്കാവുന്ന ഇങ്ങാരുടെ പേരാണ് സാം. അങ്ങനെ അയാൾ തൊട്ടപ്പുറത്ത് റൂമിലോട്ട് പോകുന്നു. അവിടെയാണെങ്കിൽ വലിയൊരു സർവൈലൻസ് ടീമുണ്ട്. ഇവരാണെങ്കിൽ തൊട്ടപ്പുറത്ത് റൂം വാച്ച് ചെയ്യാണ്. അതിനൊരു കാരണമുണ്ട്. എന്നാൽ അതിനു മുമ്പ് വേറെ രണ്ട് കഥാപാത്രങ്ങളെ പരിചയപ്പെടാനുണ്ട്. സിഡ്നി ആൻഡ് റിച്ചി ഡിമാസോ. ഈ റിച്ചിയും സാമും തമ്മിൽ വല്ലാണ്ടങ്ങ് ഒത്തുപോകില്ല. എപ്പോൾ കണ്ടാലും കീരിയും പാമ്പുമാണ്. അതിന്റെ പ്രധാന കാരണം സാക്ഷാൽ സിഡ്നിയും. ഇനി ഇവർ 3 പേരും കൂടെ വാച്ച് ചെയ്യുന്ന റൂം ആരുടെയെന്നറിയണ്ടേ? കാർമൻ പൊളീറ്റോ അഥവാ ദി മേയർ. ഈ മേയറിന്റെ കൂടെ കാർൽ എന്ന് പറയുന്ന ഒരാളും കൂടിയുണ്ട്. അങ്ങനെ ഒരു പെട്ടി നിറച്ച് ക്യാഷുമായിട്ട് ഇവർ മേയറിനെ കാണാൻ പോകുന്നു, അതായത് കാർമൻ പൊളീറ്റോനെ. ഇവരാണെങ്കിൽ ഏതോ ഒരു ഷെയ്ക്കിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഇപ്പറഞ്ഞ ഷെയ്ക്കിനെ മീറ്റ് ചെയ്യാനാ കാർമിൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. എന്നാൽ അവിടെ ഷെയ്ക്കില്ല. ഷെയ്ക്കിന്റെ അസോസിയേറ്റ് ആയ റിച്ചിയും സിഡ്നിയും സാമും മാത്രമാണുള്ളത്. ആൻഡ് റിച്ചി പണമടങ്ങുന്ന സ്യൂട്ട് കേസ് കാർമൻ അങ്ങ് കൈമാറുന്നു. ഇത് കണ്ടേക്ക് കാർമനാണേലോ ഇതെന്തോന്ന് പൈസയോ? ഞാൻ ഷെയ്ക്കിനെ കാണാൻ വേണ്ടി മാത്രാ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ പൈസക്കല്ല. എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നു. ആ സ്യൂട്ട് കേസ് കാർമൻ വാങ്ങിച്ചാൽ മാത്രമാണ് റിച്ചി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. പക്ഷെ ഇപ്പം തന്നെ ആ സ്യൂട്ട് കേസ് ഓഫർ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇനി കാർമനെ തിരിച്ച് കൊണ്ടുവരാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ സാം അതിനായിട്ടങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലാഷ് ബാക്കാണ്. എന്തിനാണ് കാർമൻ, എന്തിനാണ് പണം, എന്തിനാണ് ഷെയ്ക്ക്? അതിൻ്റെ എല്ലാം ഉത്തരം കിടക്കുന്നത് ഇപ്പറഞ്ഞ ഫ്ലാഷ് ബാക്കിലാണ്. ആദ്യം നമുക്ക് സാമിനെ കുറിച്ച് പറയാം. പുള്ളിക്കാരൻ്റെ അച്ഛൻ ഒരു ഗ്ലാസ് ബിസിനസ് ആയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അതേ ബിസിനസ് മകനായ സാം ഏറ്റെടുത്തു. എന്നാൽ നാട്ടിലുള്ള ഓരോ ചില്ലുകളും അങ്ങേരനെ പൊട്ടിക്കും. ഇതൊന്നും അറിയാണ്ട് മണ്ടന്മാരായ നാട്ടുകാരാണേലോ പുതിയ ഗ്ലാസ് വാങ്ങാനായിട്ട് സാമിൻ്റെ അടുത്തോട്ട് തന്നെ വരും. അത്രയും വലിയ മാരകുടായ്പാണ് സാക്ഷാൽ സാം. ഈ ഗ്ലാസ് ബിസിനസ്സിന് പുറമെ പുള്ളിക്കാരന് സ്വന്തമായിട്ട് ഒരു ഡ്രൈ ക്ലീനിങ് സ്റ്റോർ ഉണ്ട് ആൻഡ് ആർട്ട് ബിസിനസ്. മോഷ്ടിക്കപ്പെട്ടതും വ്യാജ പെയിന്റിങ്സുമാണ് ഇങ്ങേര് നാട്ടുകാർക്ക് വിറ്റോണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ നാട് കണ്ട ഏറ്റവും വലിയ കോൺ ആർട്ടിസ്റ്റ് അതാണ് സാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജനുവരി മാസത്തിൽ തൻ്റെ ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് അവൻ ആദ്യമായിട്ട് സിഡ്നിയെ പരിചയപ്പെടുന്നത്. ആൻഡ് ഷീ ഈസ് റിയലി റിയലി ബ്യൂട്ടിഫുൾ. അതുമാത്രമല്ല പുള്ളിക്കാരൻ്റെ അതേ വൈബും അതേ ടേസ്റ്റും. അങ്ങനെ ഒരൊറ്റ പോയിന്റിൽ വെച്ച് ഒരൊറ്റ വികാരം മാത്രമാണ് അവൻ്റെ ഉള്ളിലോട്ട് വന്നത്, ലവ്. ഇനി സിഡ്നിയെക്കുറിച്ച് പറയാം. സാമിൻ്റെ തിയറി അനുസരിച്ച് ഒരാൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ സർവൈവൽ ഈസ് മസ്റ്റ്. പറ്റിക്കൽസ്, മോഷണം, ഉടായ്പ് ഇതൊക്കെയാണ് സാമിൻ്റെ സർവൈവൽ രീതികൾ. ഈ ഒരു സെയിം ടൈപ്പാണ് സിഡ്നിയും. തൻ്റെ പഴയ ലൈഫിനെ മറക്കാൻ വേണ്ടി പുതിയൊരു ഐഡൻറ്റിറ്റിയെ സ്വന്തമാക്കാൻ നടക്കുന്ന ആളാണ് സിഡ്നി. പുള്ളിക്കാരത്തി സിറ്റിയിൽ ഒരു മാഗസിനിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ വിചാരിച്ചത്ര സാലറിയോ ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. അപ്പോഴാണ് അവൾ സാമിനെ കാണുന്നതും കൂടുതലായിട്ട് അടുക്കുന്നതും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാം അവൻ്റെ ഡ്രൈ ക്ലീനിങ് സ്റ്റോർ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരൊറ്റ സ്റ്റോർ മാത്രമല്ല അങ്ങേർക്ക് സ്വന്തമായിട്ടുള്ളത്. സിറ്റിയിലെ പല സൈഡിലും ഉണ്ട്. ഒരു സാധാരണ ബിസിനസ്മാൻ എങ്ങനെയാണ് ഇത്രയും വളർന്നത്? ഈ ഒരൊറ്റ ചോദ്യം മാത്രമാണ് സിഡ്നിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ സാം അവൻ്റെ സ്റ്റോറിനകത്ത് ആളുകൾ മറന്നു വെച്ച് പോകുന്ന ഡ്രസ്സുകൾ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. നല്ല ഭംഗിയുള്ള ലക്ഷറി ആയിട്ടുള്ള കിടിലൻ ഡ്രസ്സുകളാണ് അവൻ്റെ കൈവശമുള്ളത്. അതെല്ലാം കണ്ട് സിഡ്നി ആണെങ്കിൽ പക്ക ഇംപ്രസ്ഡ്. അതുമാത്രമല്ല ആ ഡ്രസ്സുകൾ മുഴുവൻ അവൻ സിഡ്നിക്ക് കൊടുക്കുന്നു. അങ്ങേർക്ക് അത്ര ഇഷ്ടമാണ് അവളെ. എന്തായാലും ഇതോടുകൂടെ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലും അവരൊറ്റ വികാരം മാത്രമായി, ലവ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ചെയ്യുന്ന യഥാർത്ഥ ബിസിനസ്സിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ലോണിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ലോൺ ഒപ്പിച്ചു കൊടുക്കുക. പക്ഷേ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ലോൺ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും.
അത് കൊടുക്കാന്ന് പറയുമ്പോൾ തൻ്റെ കയ്യിൽ അത്രയും ക്യാഷ് വേണം. എന്നാൽ പൈസ എന്ന് പറയുന്ന സാധനം അങ്ങേരുടെ കയ്യിലില്ല. പുള്ളിക്കാരൻ ലോൺ കൊടുക്കാന്ന് 99% ഉറപ്പ് കൊടുക്കും. ആ 99%ന് ചാർജ് ചെയ്യുന്ന കമ്മീഷൻ $5000 അത് റീഫണ്ടബിൾ അല്ല. സോ ലോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൊടുത്ത 5000 ആളുകൾക്ക് തിരിച്ചു കിട്ടില്ല. ലോണിന് വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ അത്രയും നിരാശരായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഗാംബ്ലിംഗ് ഹാബിറ്റ് കാരണം പൈസ പോയവര്, ഡിവോഴ്സ് കാരണം പെട്ടുപോണവര്, അങ്ങനെ ധാരാളം നിരാശർ. ഇവർക്കാണെങ്കിൽ പരാതി ഉണ്ടാവില്ല. അങ്ങനെ സാം പറയാണ്, സിഡ്നി നീ എൻ്റെ കൂടെ എന്നാ നമുക്കിഷ്ടം പോലെ ക്യാഷ് അങ്ങ് വാരാ. ഇയാളുടെ അതേ ടേസ്റ്റുള്ള അതേ സർവൈവൽ തിയറി ഫോളോ ചെയ്യുന്ന സിഡ്നി അവൻ്റെ കൂടെ നിൽക്കാതിരിക്കോ? ഒരിക്കലുമില്ല. അങ്ങ് കൈ കൊടുക്കുന്നു. അതുമാത്രമല്ല, ഈ ബിസിനസ്സിന് വേണ്ടി സിഡ്നി ഇന്നു മുതൽ ഈഡിത്ത് എന്ന പേരിലേക്ക് മാറുന്നു. അതും ലണ്ടനിലെ റോയൽ ബാങ്കിങ് കണക്ഷൻസ് ഉള്ള ഈഡിത്തായിട്ട്. അതായത് ഫേക്ക് ഐഡന്റിറ്റി. ഇങ്ങനെ റോയൽ ബാങ്കിങ് കണക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തായാലും വീഴും. സോ സിഡ്നിയുടെയും സാമിൻ്റെയും പാർട്ട്ണർഷിപ്പ് ഇവിടെ വെച്ചങ്ങ് ആരംഭിക്കുകയാണ്. അത് ലവിലായാലും ശരി, കൊമേഴ്സിലായാലും ശരി. അങ്ങനെ ആദ്യം ലണ്ടൻ ബാങ്കിങ് കണക്ഷൻസിനെ കുറിച്ച് നാട് നീളെ പരത്തുന്നു. ഇതൊക്കെ കണ്ട് നാട്ടുകാരാണെങ്കിൽ ലോണിന് വേണ്ടി ക്യൂ ആണ് വിത്ത് $5000. അങ്ങനെ അവരുടെ ബിസിനസ് അങ്ങ് വളർന്നു. ലണ്ടൻ അസോസിയേറ്റ് എന്ന പേരിൽ പുതിയൊരു ഓഫീസ് അങ്ങ് തുടങ്ങി. അതോടൊപ്പം അവരുടെ പ്രണയവും വളർന്നുകൊണ്ടേയിരുന്നു. രണ്ടുപേരും ഭയങ്കര ഹാപ്പി. അങ്ങനെ ഈ സമയത്താണ് ഇത്രയും കാലം സിഡ്നി പോലും അറിയാത്ത സാമിൻ്റെ രഹസ്യം കാണിക്കുന്നത്. പുള്ളിക്കാരൻ മാരീഡാണ്, അതും തന്നേക്കാൾ പ്രായം കുറഞ്ഞ റോസ്ലിനുമായിട്ട്. അതിലൊരു മകനുണ്ട് അവർക്ക്. ഇനി റോസ്ലിനെ കുറിച്ച് പറയാം. ചെറിയ പ്രായത്തിലായിരുന്നു സാമുമായിട്ടുള്ള പ്രണയവും കല്യാണവും. സോ അതിൻ്റെതായ മെച്യൂരിറ്റി കുറവ് നല്ലോണുണ്ട്. അതുകൊണ്ട് തന്നെ സാം ആഗ്രഹിക്കുന്ന ഒരു ഡിവോഴ്സാണ്. എന്നാൽ റോസ്ലിൻ അതിനൊട്ടും തയ്യാറല്ല. അവനെ വിടാണ്ട് പിടിച്ചിരിക്കുകയാണ്, ഒരു മാനസിക രോഗിയെ പോലെ. ഇനി പദവാ ഡിവോഴ്സ് നടന്നാലോ തൻ്റെ മകൻ്റെ കസ്റ്റഡി റോസ്ലിനായിരിക്കും. പിന്നെ പറയണ്ടല്ലോ, തനിക്ക് എന്നേക്കുമായിട്ട് മകനെ നഷ്ടാവും. അതുകൊണ്ടാണ് സാം റോസ്ലിനുമായിട്ട് കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. അല്ലാതെ വേറെ മാർഗവുമില്ല. അവൾക്കാണെങ്കിൽ വിടാൻ ഉദ്ദേശവുമില്ല. അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവനെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് സാക്ഷാൽ റോസ്ലിൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിഡ്നിയുടെയും സാമിൻ്റെയും സന്തോഷം തകർക്കാനായിട്ട് അവരുടെ ലൈഫിലോട്ട് അവൻ കാലുകുത്തുന്നത്. റിച്ചി ഡിമാസോ. സാധാരണ കസ്റ്റമേഴ്സ് വരുന്നത് പോലെ ലോൺ അപേക്ഷിക്കാനാ അവനും വന്ന് വിത്ത് കമ്മീഷൻ. അങ്ങനെ ആ കമ്മീഷൻ സിഡ്നി അങ്ങ് സ്വീകരിക്കുന്നു. അതോടുകൂടെ തൻ്റെ 4 സൈഡിൽ നിന്നും ഫെഡറൽ ഏജൻസ് ആണ് വരുന്നത്. സോ റിച്ചി ഡിമാസോ ഒരു FBI ഏജൻ്റാണ്. ഇവരുടെ ഒരു തട്ടിപ്പ് പിടിക്കാനായിട്ട് വന്ന ഒരു ഫെഡറൽ ഏജൻറ്റ്. എന്നാൽ ഇതൊന്നുമല്ല അയാളുടെ പ്രധാന ലക്ഷ്യം. അതെന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇവിടെ ചെക്ക് സ്വീകരിച്ച് സിഡ്നി മാത്രമാണ്. സോ സിഡ്നീനെയാണ് അവൻ അറസ്റ്റ് ചെയ്യുന്നത്. അതും ഈഡിത്ത് എന്ന പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. അവളുടെ ട്രൂ ഐഡൻറ്റിറ്റി പോലീസുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ 3 ദിവസം ജയിലിലിടുന്നു. ആരെയും കാണാനോ വക്കീലിനെ വിളിക്കാനോ അങ്ങേര് സമ്മതിക്കുന്നില്ല. അവൾക്കാണെങ്കിൽ ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ 3-ാം ദിവസം ഇത്രയും കാലം സാം സൂക്ഷിച്ച രഹസ്യത്തെക്കുറിച്ച് സിഡ്നിക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ റിച്ചിക്ക് അറിയില്ല അവളുടെ പേര് സിഡ്നിയാണെന്നുള്ള കാര്യം. സോ ഈഡിത്ത് എന്നാണ് പുള്ളിക്കാരൻ വിളിക്കുന്നത്. ഈഡിത്തെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ സാമേ നാട്ടുകാരെ മാത്രമല്ല നിന്നെയും പറ്റിച്ചുകൊണ്ടിരിക്കുക. അങ്ങേർക്ക് വേറെ ഭാര്യയും കുട്ടിയുണ്ട്. അവൻക്കവരെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ലിസ്റ്റിൽ പോലും ഇല്ല നീ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ നിൽക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വഴിയേ പറയാം. ആൻഡ് ബൈ ദ വേ, ഐ ലൈക്ക് യു എന്നും പറഞ്ഞാണ് അവൻ സാമിനെ കാണാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാമിനെ കൊണ്ടും സിഡ്നിനെ കൊണ്ടും അങ്ങേർക്ക് എന്തോ ആവശ്യമുണ്ട്. അതുമാത്രമല്ല അങ്ങേർക്ക് അവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞ പ്രണയമെന്ന വികാരം അവിടെയും വളരാൻ ആരംഭിക്കുന്നു. അങ്ങനെ റിച്ചി സാമിനെ കാണാൻ പോകുന്നു. അവിടെ വെച്ചാണ് അവൻ്റെ ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. സാമെ, നിന്നെ മീഡിയത്തിനെയും എനിക്ക് ആവശ്യമാണ്. നിന്റെ ഈ സ്കില്ല് വെച്ച് നിന്നെ പോലെയുള്ള ഫ്രോഡുകളെ പിടിക്കാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. ടോട്ടൽ 4 ആളുകളെ നീ എനിക്ക് പിടിച്ചു തരണം. അത് കഴിഞ്ഞാൽ നീയും ഫ്രീ, ഈഡിത്തും ഫ്രീ. എന്നാൽ ഇതൊന്നും ചെയ്തു തരാണ്ട് ഓടാനാണ് ഭാവമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഓടേണ്ടി വരും. പിന്നെ നിന്റെ വൈഫ്, മകൻ, അവരുടെ പിന്നാലെയാവും പോലീസുകാരുണ്ടാവുക. പിന്നാലെ പോവാന്ന് മാത്രമല്ല അവരെ അങ്ങ് അറസ്റ്റ് ചെയ്യും. പിന്നെ ഒരിക്കലും നിന്റെ മകനെ കാണാനോ സംസാരിക്കാനോ നിന്നെക്കൊണ്ട് സാധിക്കില്ല. സോ ആലോചിച്ച് തീരുമാനമെടുക്ക്. ഇത് കേട്ടേക്ക് സാം ആണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. പുള്ളിക്കാരന് മുമ്പിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, റിച്ചിക്ക് വേണ്ടി 4 ആളുകളെ പിടിച്ചു കൊടുക്കുക, ഈ കേസിൽ നിന്ന് അങ്ങ് ഊരുക. എന്നാൽ സിഡ്നി ആകെ തകർന്നിരിക്കുകയാണ്. താൻ അത്രയും സ്നേഹിക്കുന്ന ആൾക്കൊരു ഭാര്യയും മകനുണ്ടെന്ന് ഇപ്പോഴാണ് സിഡ്നി അറിയുന്നത്. പക്ഷെ എന്നിട്ടും അവൾ ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. റിച്ചിയുടെ കൂടെ നിൽക്കാനോ അവൻക്ക് ആളുകളെ പിടിച്ചു കൊടുക്കാനോ സിഡ്നിക്ക് യാതൊരു താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് നാടുവിടാന്നാ പുള്ളിക്കാരത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിഡ്നി, എൻ്റെ മകൻ്റെ കാര്യം ഒന്ന് ആലോചിക്ക്. എനിക്കവനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. എടോ, തൻ്റെ ഭാര്യ ഉണ്ടല്ലോ ആ റോസ്ലിൻ, അവൾ ഒരിക്കലും തന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ പിന്നെ തൻ്റെ ലിസ്റ്റിലേ ഇല്ലല്ലോ.
ഞാനെന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല, റിച്ചി ഡിമാസോ പറഞ്ഞതുപോലെ 4 ആളുകളെ പിടിച്ചു കൊടുക്കാം. പക്ഷെ അതുവരെ ഞാൻ അയാളുമായിട്ട് കൂടുതലായിട്ടങ്ങ് അടുക്കും. അത് അവനോടുള്ള പ്രണയം കൊണ്ടല്ല, നമുക്ക് രക്ഷപ്പെടാൻ എന്തേലും ഒരു പഴുത് കിട്ടുമോന്നറിയാനാ. ചിലപ്പോൾ അതൊരു പ്രണയമായിട്ട് മാറുകയും ചെയ്യും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതെല്ലാം കഴിഞ്ഞാൽ താൻ മര്യാദക്കെൻ്റെ കൂടെ വന്നോണം, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് സിഡ്നി അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. അവൾ ആകെ കയ്യിന്ന് പോയിരിക്കുകയാണ്. അവൾക്ക് അത്ര ഇഷ്ടമാണ് സാമിനെ. എന്നാൽ സാമിൻ്റെ ചതി അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സോ മാക്സിമം അവനെ ടോർച്ചർ ചെയ്യാനായിട്ട് അവൾ റിച്ചിയുമായിട്ട് അങ്ങ് അടുക്കും. എന്നാൽ അതിന് പുറകിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. തനിക്കും സാമിനും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ റിച്ചിയെ യൂസ് ചെയ്യണം. അതാണ് സിഡ്നിയുടെ പ്ലാൻ. അങ്ങനെ റിച്ചിക്ക് വേണ്ടിയുള്ള ഹണ്ട് അവരങ്ങ് ആരംഭിക്കുന്നു. സാം ആദ്യം തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരുന്നു. ഇയാൾ അറബിയാണ്. ഇയാളെയും കൊണ്ട് ഒരു ആർട്ട് മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാരക ഷെയ്ക്കാന്നേ ആരും പറയൂ. എന്നാൽ ക്യൂൺസിൽ പണിയെടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ മാത്രമാണ് ഇങ്ങേര്. ഇനി എന്തിനാണ് ഇയാളെയും കൊണ്ട് ആർട്ട് മ്യൂസിയത്തിൽ എത്തിയെന്നറിയണ്ടേ? സാമിനെ പോലെയുള്ള തട്ടിപ്പുകാർ ഫോർജ്ഡ് ആർട്ട് ഉണ്ടാക്കാനും ഫേക്ക് ആർട്ട് സെല്ല് ചെയ്യാനും ഇതേപോലെയുള്ള മ്യൂസിയത്തിൽ ഒരുപാടുണ്ടാവും. അവിടെയുണ്ട് അവൻ്റെ ഫ്രണ്ടായ കാർലിൻ്റെ അസോസിയേറ്റ്. കാർലിനെ പോലെയുള്ള തട്ടിപ്പുകാർക്ക് ഒരു തേങ്കുടായിട്ട് ഈ ഷെയ്ക്കിനെ അങ്ങ് വെച്ചു കൊടുക്കും. തേനീച്ചകളായിട്ടുള്ള തട്ടിപ്പുകാർ അതിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അവർ വഴി വമ്പൻ സ്രാവുകളെ പിടിക്കാനും പറ്റും. അങ്ങനെ കാർലിൻ്റെ അസോസിയേറ്റ് സാമിനെയും ഷെയ്ക്കിനെയും കാണാൻ വരുന്നു. പിന്നെ അവിടെ 3 കൂടെ ഓസ്കാർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. സാമെ, എന്നെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തടാ എന്നൊക്കെയാണ് കാർലിൻ്റെ അസോസിയേറ്റ് പറയുന്നത്. ഇത് കേട്ടേക്ക് സാം, നീ ഒന്ന് പോയേ, വലിയ ആൾക്കാരാണ് ഇവരൊക്കെ, നീ ചെല്ലിപ്പോ. ഇത് പറയുന്നതിൻ്റെ ഇടയിലാണ് സിഡ്നി ഇടക്ക് കയറുന്നത്. ഹലോ സർ, ഇത് റിച്ചി, ഷെയ്ക്കിൻ്റെ അസോസിയേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് മാരക പെർഫോമൻസ് ആണ് അവിടെ. അങ്ങനെ ഈ കാർലിൻ്റെ അസോസിയേറ്റ് ഷെയ്ക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാർലിനോട് പറയുന്നു. പിന്നെ അങ്ങേര് വെറുതെ ഇരിക്കുമോ, വേഗം തന്നെ തൻ്റെ ഫ്രണ്ടായ സാമിനെ കാണാൻ പോകുന്നു. എടാ സാമേ, നീ ഇപ്പോൾ വലിയ ആളായില്ലേ, ഷെയ്ക്ക് കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ്, എൻ്റെ പൊന്നോ എന്നാ നമ്മളോടൊന്ന് പറയാ. എടാ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ആ ഷെയ്ക്ക് അങ്ങനെ ചെറിയ ചെറിയ പരിപാടിക്കൊന്നും നിന്ന് തരൂല. ഇത് കേട്ടേക്ക് കാർൽ ഒരു കാര്യം പറയുന്നു. കോടിക്കണക്കിന് രൂപ കിട്ടാൻ പോകുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച്. റീബിൽഡിംഗ് ഓഫ് അറ്റ്ലാന്റിക് സിറ്റി. വലിയൊരു കസീനോ ബിസിനസ്. ഗാംബ്ലിംഗ് ലീഗലാക്കാൻ പോവുകയാണ് എന്നൊരു കരക്കമ്പിയുണ്ട്. പക്ഷെ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു കസീനോ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. ന്യൂജേഴ്സിയിലെ മേയർ കാർമൻ പൊളീറ്റോ. അങ്ങേർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷെയ്ക്കിന് പാർട്ട്ണർ ആവുകയും ചെയ്യാം, മേയറുമായിട്ട് ടൈപ്പ് ആവുകയും ചെയ്യാം. ഇത് കേട്ടേക്ക് റിച്ചിയാണെങ്കിൽ പക്കാ ഫ്ലാറ്റ്. കാരണം ചെറുകിട തട്ടിപ്പുകാരായ കാർലിനെ പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇല്ലീഗൽ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ കൈക്കൂലി വാങ്ങാൻ പോകുന്ന മേയറാണ് പുള്ളിക്കാരൻ്റെ ലക്ഷ്യം. അതായത് ഒരു വമ്പൻ സ്രാവ്. അത്രയും വലിയൊരാളെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം റിച്ചിക്ക് തന്നെയാണല്ലോ. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം അവൻ ചീഫിനോട് പറയുന്നു. എന്നാൽ മേയറിനെ അകത്താക്കാനായിട്ട് അങ്ങേർക്ക് ഒരു താല്പര്യമില്ല. ഒന്നാമത് കാർമൻ പൊളീറ്റോ എന്ന് പറയുന്നത് അത്രയും ശക്തിയായിട്ടുള്ള ഒരാളാണ്, ഒരു മേയറാണ്. അതുമാത്രമല്ല, കാർമനെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരാളെ പോലും കുറച്ച് കാണില്ല. ആ കാലഘട്ടത്തിലാണെങ്കിൽ നിറത്തിൻ്റെ പേരിൽ അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ആളാണ് സാക്ഷാൽ കാർമൻ പൊളീറ്റോ. 5 മക്കളടങ്ങുന്ന വലിയൊരു ഫാമിലി ഉണ്ട് അയാൾക്ക്. അതും പോരാണ്ട് കുറച്ച് മക്കളെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫാമിലിയുടെ നെടും തൂണാണ് വൈഫായ ഡോളി. അത്രയും നല്ലൊരു ഹാപ്പി ഫാമിലി ഈ സിറ്റിയിൽ വേറെ എവിടെ ഉണ്ടായിരിക്കില്ല. പിന്നെ പോരാത്തതിന് അങ്ങേരി കസീനോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനൊരു കാരണമുണ്ട്. ഇത്രയും വലിയൊരു ബിസിനസ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ ധാരാളം ആളുകൾക്കാണ് ജോലി കിട്ടാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാണ്ടാക്കുക. സോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങേരി ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങേരുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് റീബിൽഡിംഗ് ഓഫ് അറ്റ്ലാന്റിക് സിറ്റി. എന്നാൽ അതിനായിട്ട് അയാൾ കൈയിടാൻ പോകുന്നത് റോങ് പോക്കറ്റിലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതും കറപ്ഷൻ തന്നെയാണല്ലോ. അങ്ങനെ റിച്ചി പറയാണ്, സാറേ, ഒരു $2 മില്യൺ എത്രയും വേഗം ഷെയ്ക്കിന്റെ പേരിലുള്ള അക്കൗണ്ടിലോട്ട് മാറ്റണം. കാർൽ എന്തായാലും കാർമനോട് ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ അയാൾ ഉറപ്പായിട്ടും ഷെയ്ക്കിനെ കുറിച്ച് അന്വേഷിക്കും, ബാങ്കിലോട്ട് വിളിക്കുകയും ചെയ്യും. ആ സമയത്ത് ഷെയ്ക്കിന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ കാർമൻ ഉറപ്പായിട്ടും ഷെയ്ക്കിനെ വിശ്വസിക്കുകയും ചെയ്യും. ഇതൊക്കെ കേട്ടേക്ക് ചീഫാണെങ്കിൽ ഒരു വകക്ക് സമ്മതിക്കുന്നില്ല. റിച്ചി, നീ പൂട്ടാൻ നോക്കുന്നത് ഒരു പൊളിറ്റീഷ്യനെയാണ്. അത് മാത്രമല്ല, ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാ ഷെയ്ക്കിൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ ഇടുന്നത്? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, വെറുതെ സമയം കളയാണ്ട് ചെല്ല്. സോ 2 മില്യൺ, അതാണ് റിച്ചിയുടെ പുതിയ പ്രശ്നം. അപ്പോഴാണ് സിഡ്നി ഒരു ഐഡിയ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ FBI ഓഫീസിൽ തന്നെ വയർ ട്രാൻസ്ഫേഴ്സ് കൈകാര്യം ചെയ്യുന്നൊരു സ്ത്രീയുണ്ട്, ബ്രെൻഡ. അവൾ ആരുമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. എന്തിന്, ഇങ്ങനൊരു ജോലിക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് റിച്ചി അറിയുന്നത് തന്നെ സിഡ്നി പറയുമ്പോഴാണ്. ചുരുക്കി പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരാളാണ് ബ്രെൻഡ. എന്നാൽ സിഡ്നിയും ബ്രെൻഡയും കൂട്ടുകാരാണ്. ഒരിക്കലെന്തോ ലേഡീസ് റൂമിൽ വെച്ച് കണ്ട പരിചയമാണ്. അതങ്ങ് മുതലെടുക്കേണ്ട സിഡ്നി.
ആർക്കും വേണ്ടാത്ത ഒരാളെ നമ്മളായിട്ട് കെയർ ചെയ്ത് കൂടെ കൊണ്ടു നടക്കുമ്പോൾ അവർക്കത് വല്ലാത്തൊരു സന്തോഷമാണ്. സോ ആ സന്തോഷത്തിൻ്റെ പേരിൽ ഗവൺമെൻറ്റിൻ്റെ 2 മില്യൺ ഷെയ്ക്കിൻ്റെ അക്കൗണ്ടിലോട്ട് ബ്രണ്ട അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. സോ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി ചീഫ് സമ്മതിക്കണം. അതിനാണ് ചീഫിൻ്റെ മേലുദ്യോഗസ്ഥനായ എൻറ്റോണിയോ. പുള്ളിക്കാരൻ ഫേമസ് ആവാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. സോ ഇത്രയും വലിയൊരു കേസിനെ കുറിച്ച് അറിഞ്ഞാൽ അങ്ങേരത് സമ്മതിക്കാണ്ടിരിക്കുമോ? ഒരു പൊളിറ്റീഷ്യനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഇട്ട് എൻറ്റോണിയോ ഫേമസ് ആവും. അങ്ങനെ അതും സെറ്റായി. അങ്ങനെ ഈ സമയത്താണ് സാമിനെ കാണിക്കുന്നത്. കാർലിനെ പോലെയുള്ള തട്ടിപ്പുകാരെ പിടിക്കലാണ് റിച്ചിയുടെ പ്ലാൻ എന്നാണ് സാം ആദ്യം വിചാരിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വലിയ വലിയ പൊളിറ്റീഷ്യൻസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഗെയിം പക്ക റിസ്ക് ആണെന്നർത്ഥം. ഒരു മേയറുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ലക്ഷറി ഹോട്ടലടക്കം വേണം. അങ്ങനെ ധാരാളം ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഈ സമയത്താണ് 2 മില്യനെ കുറിച്ച് സാം അങ്ങ് അറിയുന്നത്. ഈ ബ്രെൻഡ എന്ന് പറയുന്നത് സാമിനും സിഡ്നിക്കും മാത്രം അറിയാവുന്നൊരു രഹസ്യമായിരുന്നു. എന്നാലിപ്പോൾ അത് റിച്ചിക്കും അറിയാം. ഇതെല്ലാം കേട്ട് ഭ്രാന്ത് കയറിയിട്ടാണ് പുള്ളിക്കാരൻ അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ അവരുടെ കളി അങ്ങ് ആരംഭിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിനിമയുടെ ഫസ്റ്റ് സീനാണ്. ഒരു ഹോട്ടൽ തയ്യാറാക്കുന്നു, മേയറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന റൂമിനകത്ത് ക്യാമറ വെക്കുന്നു, എല്ലാം റെക്കോർഡ് ചെയ്യുന്നു. സാം, റിച്ചി, സിഡ്നി ഇവർ 3 പേരും കൂടെ മേയറിനെ കാണാനായിട്ട് പെട്ടി നിറച്ച് ക്യാഷും കൊണ്ടാണ് പോകുന്നത്. എന്നാൽ ഷെയ്ക്കിനെ കാണുന്നതിന് മുമ്പ് റിച്ചി പൈസ ഓഫർ ചെയ്തപ്പോൾ അങ്ങേർക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നു, ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ സാം കാർമനുമായിട്ട് സംസാരിക്കാൻ പോകുന്നു. കാർമൻ, അയാൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തനിക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അവനാരാ എനിക്ക് പൈസ ഓഫർ ചെയ്യാൻ? ഞാൻ വന്ന് ഷെയ്ക്കിനെ കാണാനാ. അവിടെ ഒരു മിഡിൽ മാൻ്റെ ആവശ്യമില്ല. എന്തായാലും തന്നെ എനിക്കങ്ങ് ബോധിച്ചു. സോ ഡീൽസ് മുഴുവൻ നമ്മൾ തമ്മിലായിരിക്കണം. അതിൻ്റെ ഇടയിലൊരു മിഡിൽ മാൻ വേണ്ട. ഷെയ്ക്കിനെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം എന്നും പറഞ്ഞ് മേയറിൻ്റെ ഡിന്നറിലോട്ട് ക്ഷണിക്കുകയാണ് സാക്ഷാൽ സാമിനെ. ചുരുക്കി പറഞ്ഞാൽ കാർമന് അവനെ വല്ലാണ്ടങ്ങ് ബോധിച്ചു. അവനെ മാത്രമല്ല ക്ഷണിക്കുന്നത്, അവൻ്റെ വൈഫിനെയും കൂടിയാണ്. അങ്ങനെ ഈ ഡിന്നറിൻ്റെ കാര്യം റിച്ചിയോടും സിഡ്നിയോടും പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് റിച്ചിക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. ഈ ഒരു ഡിന്നറിന് റിച്ചിയും കൂടെ പോയാൽ മാത്രമാണ് കാർമനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അങ്ങേർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാൽ കഴിഞ്ഞ സംഭവത്തെ തുടർന്ന് കാർമൻക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. സോ സാമിനെയും വൈഫിനെയും മാത്രമാണ് ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് റിച്ചിയുടെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് അവനങ്ങ് പറയാൻ ആരംഭിക്കുന്നത്. കാർമൻ പൊളിറ്റോക്ക് പൈസ കിട്ടിയാൽ മാത്രം കസീനോ തുടങ്ങാൻ പറ്റത്തില്ല. അതിന് ലൈസൻസ് കിട്ടണം, ഹോട്ടൽ റെനോവേറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കടമ്പകൾ കടക്കാനുണ്ട്. ഇതിനെല്ലാം മേയർ കൂടാണ്ട് വേറെയും കുറേ വമ്പൻ സ്രാവുകൾ ഉണ്ടായിരിക്കും. അവരെ കിട്ടണമെങ്കിൽ ഞാൻ മേയറിൻ്റെ കൂടെ തന്നെ കാണണം. എൻ്റെ പൊന്നിറിച്ചി, എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങേർക്ക് നിന്നെ താല്പര്യമില്ലാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? പിന്നെ നീ ഇപ്പം കളിക്കുന്നത് അത് നല്ലതിന് വേണ്ടിയിട്ടല്ല. സാം ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. പൊളിറ്റീഷ്യൻസിനെ ആപ്പിലാക്കുക എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവന്മാർക്കിട്ട് പണിഞ്ഞാൽ അവർ തിരിച്ചും പണിയും. സോ ഇതിനെക്കുറിച്ചുള്ള മാരക ചർച്ചകളാണ് സാമും റിച്ചിയും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നും സിഡ്നിയുടെ തലയിലോട്ട് കയറുന്നില്ല. ഇത്രയും പറഞ്ഞിട്ടും സാം റോസ്ലിനുമായിട്ട് ഡിന്നറിന് പോകുന്നതാണ് പുള്ളിക്കാരിത്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ ഡിന്നർ ആരംഭിച്ചു. സാം, റോസ്ലിൻ, കാർമൻ, ഡോളി 2 കുടുംബങ്ങളും കൂടുതലായിട്ടങ്ങ് അടുക്കുന്നു. ഇവിടെ റോസ്ലിൻക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. സാമിൻ്റെ ഉഡായ്പിനെക്കുറിച്ചും സിഡ്നീനെക്കുറിച്ചും അങ്ങനെല്ലാം. ഈ സമയത്താണ് സിഡ്നീനെ കാണിക്കുന്നത്. പുള്ളിക്കാരിത്തി റിച്ചീനെയും കൂട്ടി പുറത്തു പോകുന്നു അവനുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി. അതെന്തിനാന്നും ഏതിനാന്നും ഞാൻ പറയണ്ടല്ലോ. പക്ഷേ ഏതൊക്കെയോ പോയിന്റ് വെച്ച് അവളുടെ കൺട്രോൾ പോകുന്നുണ്ട്. ഇതേ സമയം കാർമനും സാമും കൂടുതലായിട്ടങ്ങ് അടുക്കുന്നു. അടുക്കാന്ന് മാത്രമല്ല, തൻ്റെ ജനങ്ങൾക്ക് അവനെ പരിചയപ്പെടുത്തുന്നു. അതും അവർക്ക് വേണ്ടിയുള്ള അറ്റ്ലാന്റിക് സിറ്റി റീബിൽഡ് ചെയ്യാൻ പോകുന്നൊരു മാലാഖയായിട്ട്. ആ ഒരു കസീനോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും അധികം ജനങ്ങൾക്കാണ് ജോലി കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും സാമിന് വേണ്ടിയിട്ടാണ് ചിയേഴ്സ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാമിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഒരു ഓവനാണ് കൊടുക്കുന്നത്. അന്നത്തെ കാലത്ത് ഓവൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാട്ടാ. ഈ ഗിഫ്റ്റൊക്കെ കണ്ടിട്ട് അങ്ങേർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. കാർമൻ പൊളീറ്റോ സാമിന് അത്രമേൽ വിശ്വസിക്കുന്നുണ്ട്. അല്ല കാർമൻ, എനിക്കെന്തിനാ ഗിഫ്റ്റ്? ആ ഒരു ചോദ്യത്തിന് അങ്ങേര് കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്. താനെൻ്റെ പുതിയ കൂട്ടുകാരനല്ലേ? ആ ഒരൊറ്റ പോയിന്റ് മുതൽ സാമിൻ്റെ ഉള്ളിൽ കുറ്റബോധം വരാൻ തുടങ്ങുന്നു. കാർമൻ ചെയ്യുന്ന കറപ്ഷനാണേലും എവിടെയൊക്കെ ഒരു ശരിയുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സാമിനൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് കാർമന് ഷെയ്ക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷെയ്ക്ക് വരുമ്പോൾ ഒരു മാരക എൻട്രി തന്നെ കൊടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഒരു ജെറ്റാണ് റിച്ചി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ വെച്ച് റിച്ചിയും സിഡ്നിയും കൂടെ കിസ് ചെയ്യുന്നു. സാമിനെ ഭ്രാന്ത് പിടിപ്പിക്കുക, റിച്ചിയെ കൂടുതലായിട്ട് അടുപ്പിക്കുക. ഇതാണ് സിഡ്നിയുടെ ലക്ഷ്യം. അത് നല്ലപോലെ വർക്കാവുന്നുണ്ട്. ഇന്ന് ഷെയ്ക്കിന് വേണ്ടി ഗംഭീര പാർട്ടിയാണ് കാർമൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ പാർട്ടിക്ക് റോസ്ലിനെ ക്ഷണിച്ചിട്ടുമുണ്ട്.
സോ സിഡ്നിയോട് അങ്ങോട്ട് വരണ്ടെന്നാണ് സാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സിഡ്നി വാശിയിലാണ്. റോസ്ലിൻ വരുന്നുണ്ടോ ഇല്ലേ ഇതൊന്നും അവൾക്കറിയേണ്ട കാര്യമില്ല. ഇവരുടെ പ്ലാൻ മര്യാദക്ക് വർക്കാവണം, അത്രയുള്ളൂ. അങ്ങനെ സാമും റിച്ചിയും കൂടെ ഷെയ്ഖിനെ സ്വാഗതം ചെയ്യാൻ പോകുന്നു. എന്നാൽ സാമിൻ്റെ ഫ്രണ്ടായ പഴയ ഷെയ്ഖ് ഉണ്ടല്ലോ, അയാളെയല്ല റിച്ചി കൊണ്ടുവന്നിരിക്കുന്നത്. അയാൾക്ക് പകരം ഒരു FBI ഏജൻറ്റിനെ ഷെയ്ഖാക്കി മാറ്റിയിരിക്കുന്നു. ഇത് കണ്ടേക്ക് സാമിനാണെങ്കിൽ ഭ്രാന്ത് കയറുകയാണ്. ഇയാളാണെങ്കിൽ ഒരു മെക്സിക്കനാണ്, അറബിയൊന്നുമില്ല. സോ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ സാം ചോദിക്കുകയാണ്, എടോ തനിക്ക് അറബി എന്തെങ്കിലും അറിയോ? പിന്നെ അല്ല, അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, അത്രയല്ലേ ഉള്ളൂ, അതൊക്കെ എനിക്കറിയാം. ഇത് കണ്ടേക്ക് സാമിന് ഒരു കാര്യം മനസ്സിലായി, ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ഇതെല്ലാം കയ്യിൽ നിന്ന് പോവും. അങ്ങനെ ഈ ഷെയ്ഖിൻ്റെ കയ്യിലോട്ട് ഒരു കത്തി അങ്ങ് വെച്ചു കൊടുക്കുന്നു, കാർമന് കൊടുക്കാനുള്ള ഗിഫ്റ്റായിട്ട്. അങ്ങനെ കാർമൻ വരുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, ഷെയ്ഖിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു ജെറ്റും സെറ്റപ്പും ഗിഫ്റ്റൊക്കെ കണ്ട് കാർമനാണെങ്കിൽ നല്ല പക്ക ഫ്ലാറ്റ്. അങ്ങനെ രാത്രിയായി, പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സാം. ഇവിടെ സിഡ്നി പാർട്ടിക്ക് വരുന്നതുകൊണ്ട് റോസ്ലിനോട് വരണ്ടെന്നാണ് സാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവൾക്കാണേലോ വന്നേ പറ്റുള്ളൂ. ആ ഒരു കറക്റ്റ് സമയത്താണ് കാർമൻ വിളിക്കുന്നത്. എന്നിട്ട് വൈഫിനെയും കൂടെ കൊണ്ടുവരാൻ പറയുന്നു. ഇനിയിപ്പോൾ നോ അതർ ഓപ്ഷൻ, കൊണ്ടുപോയേ പറ്റുള്ളൂ. അവിടെ വെച്ച് സിഡ്നീനെയും കണ്ട് ഭ്രാന്ത് കയറി റോസ്ലിൻ എന്തേലും ചെയ്യുമോന്ന് അല്ലെങ്കിൽ പ്ലാൻ കൊളാക്കുമെന്ന് സാമിന് നല്ല പേടിയുണ്ട്. റോസ്ലിനെ കുറിച്ച് അറിയാലോ. അങ്ങനെ എല്ലാവരും പാർട്ടിയിലെത്തി. കാർമൻ, ഡോളി, സാം, റോസ്ലിൻ, റിച്ചി, സിഡ്നി ആൻഡ് വൺ ആൻഡ് ഓൺലി ഷെയ്ഖ്. ഇവിടെ റോസ്ലിനും സിഡ്നിയും തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർക്ക് പരസ്പരം അറിയാം റോസ്ലിൻ ആരാന്നും സിഡ്നി ആരാന്നും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരികയാണ്. മിക്കവാറും പാർട്ടികളാവാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ അകത്തോട്ട് കയറുന്നു. ഇതാണ് കാർമൻ പൊളിറ്റോ കസീനോ ആക്കാൻ പോകുന്ന ബിൽഡിങ്. ഈ സമയത്താണ് ഒരേപോലെയുള്ള സ്യൂട്ട് ധരിച്ച കുറച്ച് ആൾക്കാർ അങ്ങോട്ടെത്തുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവരാണ് ഈ നാട് മുഴുവൻ കസീനോ ബിസിനസ് നടത്തുന്നത്. ഇവരെ കാർമൻ തന്നെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഇത്രയും വലിയൊരു കസീനോ തുടങ്ങാൻ പോകുമ്പോൾ അവരുടെ സഹായം കൂടിയേ തീരുള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവരോടങ്ങനെ നേരിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും കുറച്ച് പേടിയുണ്ട്. കാരണം അവർ ഈ നാട്ടിലെ മാഫിയാസാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കാൻ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഭയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ഭർത്താവിൻ്റെ കാമുകിയെ കണ്ട ദേഷ്യത്തിൽ നല്ല കൂളായിട്ട് അവരുമായിട്ടങ്ങ് സംസാരിക്കാൻ പോകുന്നത് സാക്ഷാൽ റോസ്ലിൻ. സോ തുടക്കം കിട്ടി. പക്ഷെ ഇങ്ങനെ പോയ റോസ്ലിൻ ഈ പാർട്ടി മൊത്തത്തിൽ കൊളാക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും പോകുന്നു, പരിചയപ്പെടുന്നു. അതിനകത്ത് പീറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അവരുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് റോസ്ലിൻ. അതുമാത്രമല്ല, അങ്ങേര് പറയാണ്, കാർമൻ, മിസ്റ്റർ ടെലീജിയോ അകത്തുണ്ട്. ഈ ടെലീജിയോ എന്ന പേര് കേട്ടേക്ക് കാർമൻ അങ്ങ് ഞെട്ടാൻ ആരംഭിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. മായർ ലാൻസ്കി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലുണ്ട്. അങ്ങേരുടെ റൈറ്റ് ഹാൻഡാണ് സാക്ഷാൽ ടെലീജിയോ. ആരേലും അയാളെ എതിർത്ത് നിന്നാൽ അങ്ങ് തീർത്ത് കളയും. അതുമാത്രമല്ല, അയാൾക്കൊക്കെ വമ്പൻ പിടിപാടുണ്ട്. അങ്ങനെ ടെലീജിയോയുമായിട്ട് ബിസിനസ് സംസാരിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ അയാൾ പറയാണ്, നിങ്ങൾക്ക് ഈ ഗെയിമിംഗ് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഖ് ഒരു അമേരിക്കൻ സിറ്റിസൺ ആയിട്ട് മാറണം. അതിനാരെയൊക്കെ കാണണം, എന്തൊക്കെ കൊടുക്കണമെന്നുള്ളത് കാർമൻ അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ്മാൻ, സെനേറ്റർ, ഇവർക്കൊക്കെ കൈക്കൂലി കൊടുക്കുന്ന കാര്യമാണ് ടെലീജിയോ പറയുന്നത്. ഇത് കേട്ടേക്ക് സാം അതൊക്കെ വേണോ എന്നാണ് ചോദിക്കുന്നത്. ഇനിയും കൈക്കൂലി എന്നും പറഞ്ഞിട്ട് പോയാൽ കാർമനാണ് പണി കിട്ടാൻ പോകുന്നത്. തൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ കാർമൻ. അവൻ ഡേഞ്ചറിലോട്ട് ചെന്ന് ചാടുന്നത് സാമിന് ഒട്ടും താല്പര്യമില്ല. എന്നാൽ റിച്ചിക്കാണെങ്കിൽ ഇത്താണ് വേണ്ടത്. സോ അവൻ കയറി അങ്ങ് മൂപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെലീജിയോ ഷെയ്ഖിനോട് അറബി അങ്ങ് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇത് കേട്ടേക്ക് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഇങ്ങേർക്ക് ആകെ അറിയുന്നത് സലാം പറയൽ മാത്രമാണ്. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവൻക്കറിയാവുന്ന കുറച്ച് അറബി അങ്ങ് കാച്ചുന്നു, രക്ഷപ്പെടുന്നു. അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് ടെലീജിയോ കാർമനോടൊരു കാര്യം പറയുന്നത്. എത്രയും പെട്ടെന്ന് ഷെയ്ഖിൻ്റെ സൈഡിൽ നിന്ന് ടെലീജിയോ പറയുന്ന അക്കൗണ്ടിലോട്ട് 10 മില്യൺ ട്രാൻസ്ഫർ ചെയ്യണം. എന്നാൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ വീണ്ടും വീണ്ടും വലിയ വലിയ സ്രാവുകളെ പിടിക്കാനുള്ള ചാൻസാണ് റിച്ചിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം റോസ്ലിൻ നേരത്തെ കണ്ട പീറ്റുമായിട്ട് അങ്ങ് അടുക്കുന്നു. അപ്പോഴാണ് സിഡ്നി അങ്ങോട്ട് വരുന്നതും സാമിനെ വിട്ടുകൊടുക്കാൻ പറയുന്നതും. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാവുന്നു. അതിൽ നിന്ന് സിഡ്നിക്ക് ഒരു കാര്യം മനസ്സിലായി, റോസ്ലിൻ സാമിനെ വിടാൻ തയ്യാറാണ്. അതുമാത്രമല്ല, അവളുടെ ആ സങ്കടം, ദേഷ്യം എല്ലാം കൊണ്ടും അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു അവസരത്തിൽ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് പീറ്റ് മാത്രമേ ഉള്ളൂ. സോ അവർ തമ്മിൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇക്കാര്യം സാം അറിയുന്നു. ഇത് കേട്ടേക്ക് പുള്ളിക്കാരനാണെങ്കിൽ ആകെ ഡെസ്പാവുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ താനൊരു നല്ല കാര്യം ചെയ്തിട്ടില്ല.
കാർമനോടായാലും ശരി, തൻ്റെ വൈഫിനോടായാലും ശരി, സിഡ്നിയോടാണേലും ശരി, താൻ ചെയ്യുന്നതെല്ലാം ചതി മാത്രമാണ്. ഇവിടെ കാർമനാണെങ്കിൽ നാട്ടുകാരെയും വിളിച്ചു കൂട്ടി വമ്പൻ സന്തോഷത്തിലാണ്. സാമാണേലോ ആകെ ടെൻഷനാവുന്നു. പുള്ളിക്കാരനാണെങ്കിൽ ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. ടെൻഷൻ കയറി പിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടേക്ക് സിഡ്നി അവനോടുള്ള ദേഷ്യം മൊത്തത്തിലങ്ങ് ഒഴിവാക്കുന്നു. അവൾക്ക് മനസ്സിലായി അവനാകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെ പിറ്റേ ദിവസം റിച്ചി അവൻ്റെ ചീഫിനെ വിളിക്കുന്നു. അതും ഒരു ലക്ഷറി ഹോട്ടലിൻ്റെ ഹോൾ ഫ്ലോറിന് വേണ്ടി. ടെലിജിയോ ഏർപ്പാടാക്കിയിട്ടുള്ള കോൺഗ്രസ്മാൻ നാളെയാണ് 10 മില്യൺ വാങ്ങാൻ വരുന്നത്. അത്രയും വലിയൊരു ഡീല് നടത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെ വേണമല്ലോ. അതിനാണ് ലക്ഷറി ഹോട്ടൽ. അതും പോരാണ്ട് ഇപ്പറഞ്ഞ 10 മില്യൺ എന്തായാലും വേണം. എന്നാൽ മേൽ പറഞ്ഞ സാധനങ്ങളൊന്നും ചീഫ് കൊടുക്കാൻ തയ്യാറല്ല. ഇത് കേട്ടേക്ക് റിച്ചിക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. അങ്ങനെ അങ്ങേർക്കൊന്ന് കൂളാവാൻ നേരെ സിഡ്നിയുടെ മേത്തോട്ടാണ് പോകുന്നത്. അവളുമായിട്ട് സെക്സിൽ ഏർപ്പെടുക. ഇതാണ് കൂളാവാൻ വേണ്ടി പുള്ളിക്കാരൻ കണ്ടെത്തിയിട്ടുള്ളൊരു വഴി. ഇവിടെ സിഡ്നി ആണെങ്കിൽ സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയാണ്ട് വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്. സോ അവളുടെ ട്രൂ ഐഡന്റിറ്റി റിച്ചിക്ക് മുമ്പിൽ അങ്ങ് വെളിപ്പെടുത്തുന്നു. പുള്ളിക്കാരൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഇവളുടെ യഥാർത്ഥ പേര് ഈഡിത്ത് എന്നാണ്. ഇപ്പോഴാണ് താൻ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. റിച്ചി, സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല പല വേഷങ്ങളും കെട്ടാറുണ്ട്. അതുപോലുള്ളൊരു വേഷമായിരുന്നു ഈഡിത്ത്. ഇത് കേട്ടിട്ട് റിച്ചിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. കൺഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കൺഫ്യൂഷൻ. എന്തൊക്കെ പറഞ്ഞാലും അവളോടുള്ള അട്രാക്ഷൻ കാരണം തനിക്കിപ്പോൾ സംസാരിക്കേണ്ട സെക്സ് മാത്രം മതിയെന്നും പറഞ്ഞ് അങ്ങ് കയറി പിടിക്കുകയാണ് സിഡ്നീനെ. പിന്നെ സിഡ്നി വെറുതെ ഇരിക്കുമോ? അവൻ്റെ തലയ്ക്ക് ഒന്നങ്ങ് കൊടുക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് സാം ഗണ്ണും കൊണ്ടുവരുന്നത്. അങ്ങേർക്ക് ഈ നാടകം തുടരാൻ വയ്യ. കാർമനെ ചതിക്കാൻ പോകുന്നു. റോസ്ലിൻ നഷ്ടായി. ഇനി റോസ്ലിൻ കാരണം തൻ്റെ മകനെ കൂടെ നഷ്ടാവൂ എന്നുള്ളൊരു ഭയം അങ്ങേരുടെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ റിച്ചി, നീ കാരണം പെട്ടിരിക്കുന്നത് ഞാനും സിഡ്നിയുമാണ്. ഇപ്പം 10 മില്യനും ഇല്ല, ഒന്നുമില്ല. ഇതെങ്ങാനും ടെലിജിയോ അറിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ, നമ്മളെല്ലാവരും കുടുങ്ങും. അതുകൊണ്ടെല്ലാം നിർത്തിയേക്ക്. സാമേ, നീ വിചാരിക്കുന്ന പോലെയല്ല. ആ ടെലിജിയോ നമ്മുടെ നേർക്കല്ല, നിൻ്റെയും സിഡ്നിയുടെയും നിൻ്റെ മകൻ്റെയും നേർക്കാണ് വരിക. ഞാനൊരു FBI ഏജൻ്റാണ്. സോ അയാൾ എന്നെയൊന്നും ചെയ്യില്ല. ചെയ്യാൻ പോകുന്നത് നിങ്ങളെയാണ്. അതുകൊണ്ട് 10 മില്യൺ ഒപ്പിക്കുന്നു, അവരെ കാണുന്നു, എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് 10 മില്യൺ ഒപ്പിക്കാൻ പോവാണ് റിച്ചി. ഇതൊക്കെ കണ്ടേക്ക് സാം ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ സാം സിഡ്നിയോട് പറയാണ്, അന്നേ നീ പറഞ്ഞതുപോലെ എങ്ങോട്ടേലും പോയാൽ മതിയായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ റോസ്ലിൻ, അവൾക്ക് നിന്റെ പൈസ മാത്രമാണ് ആവശ്യം. അതിനുവേണ്ടി മാത്രമാണ് നിന്നെ വിടാണ്ട് പിടിച്ചിരുന്നത്. നിന്റെ മകൻ്റെ പേരും പറഞ്ഞ് ഇത്രയും കാലം നിന്നെ കൂട്ടിലടച്ചു. എന്നിട്ടിപ്പോൾ അവളെന്താ ചെയ്ത്? ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇതിൽ നിന്ന് എങ്ങനെയും പുറത്തു വരാൻ നോക്കാം. പുറത്ത് വന്നാൽ ഞാൻ, നീ, നിന്റെ മകൻ അത്ര ഉണ്ടാവാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? ഇതേ സമയം റിച്ചിയാണെങ്കിൽ ചീഫിനെ കാണാൻ പോകുന്നു. അവൻ്റെ ദേഷ്യം മൊത്തത്തിലങ്ങ് തീർക്കുന്നു. അങ്ങേരിയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചീഫ് എൻറ്റോണിയോക്ക് കംപ്ലൈൻറ്റ് ചെയ്യുന്നു. പക്ഷെ എൻറ്റോണിയോനറിയാലോ റിച്ചി എന്ത് ചെയ്താലും അങ്ങേർക്ക് വക്കാലത്തായിട്ട് വരും എൻറ്റോണിയോ. സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നാളെ ഹോട്ടലിലോട്ട് ടെലിജിയോടെ ആൾക്കാരും പൊളിറ്റീഷ്യൻസുമാണ് വരാൻ പോകുന്നത്. അതായത് ഒരേ സ്ഥലത്ത് 2 ആൾക്കാർ ഒന്നിച്ചു കൂടുന്നു. അവിടെ വെച്ചാണ് നാളെ കൈക്കൂലി കൈമാറാൻ പോകുന്നത്. സോ ഈസി ആയിട്ട് എല്ലാത്തിനും അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കേട്ടേക്ക് എൻറ്റോണിയോ പക്കാ ഫ്ലാറ്റ്. പക്ഷെ 10 മില്യൺ കൊടുക്കാൻ അങ്ങേര് തയ്യാറാവുന്നില്ല. എന്നാൽ ഹോട്ടലിൻ്റെ ഫ്ലോർ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ റിച്ചി സാമിനോടും സിഡ്നിയോടും സോറി പറയുന്നു. എന്നിട്ട് പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയാണ് കളി. ഡീല് നടക്കാൻ പോകുന്ന ഹോട്ടലിനകത്ത് ക്യാമറ വെക്കുന്നു. കാർമനാണേലോ ഇതൊന്നും അറിയാതെ ഓരോ രാഷ്ട്രീയക്കാരെയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. വരികയെന്ന് മാത്രമല്ല, അവർക്കെല്ലാം കൈക്കൂലി അങ്ങ് കൊടുക്കുകയാണ്. അതും ഷെയ്ക്കിൻ്റെ സിറ്റിസൺഷിപ്പിന് വേണ്ടി. ഇതൊക്കെ കണ്ട് സാമാണെങ്കിൽ ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. കാർമനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവർക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പഴുത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. സോ എത്രയും വേഗം ഒരു പ്ലാൻ ഉണ്ടാക്കണം. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഏകദേശം സത്യങ്ങൾ അറിയാവുന്ന റോസ്ലിൻ ടെലിജിയോടെ കൂടെയുള്ള പീറ്റുമായിട്ട് ഇപ്പോൾ എഫയറിലാണ്. അവൾ എന്തേലും വിളിച്ചു പറയുമെന്ന് നല്ല പേടിയുണ്ട് സാമിനും സിഡ്നിക്കും. അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു കിളി പോയ സൈസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പീറ്റുമായിട്ട് റോസ്ലിൻ ഡിന്നറിന് പോകുന്നത്. അവിടെ വെച്ചാണ് തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും സീരിയസ്നെസ് മനസ്സിലാക്കാണ്ട് പീറ്റിനോട് അങ്ങ് തുറന്നു പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ആ സാം, അയാളൊരു ഡൈപ്പാ. എന്നെയും പറ്റിച്ച് ആ സിഡ്നിയുടെ കൂടെയാണിപ്പോൾ. പിന്നെ ഏതോ FBI ഒരാളും കൂടി ഉണ്ട്. അവൻ്റെ പേരെന്തായിരുന്നു? റിച്ചി ഡിമാസോ. ഇവരെല്ലാവരും കൂടെ ആ കാർമനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ കൈക്കൂലി, കസീനോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടേക്ക് പീറ്റിന് ഒരു കാര്യം മനസ്സിലായി, സാം അവർക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ അവൻ വെറുതെ ഇരിക്കോ, നേരെ കാർമനെയും സാമിനെയും കാണാൻ പോകുന്നു. പോവാന്ന് മാത്രമല്ല, അവൻ്റെ നേർക്ക് ഗണ്ണാണ് വെക്കുന്നത്.
ഇവിടെ കാർമനാണെങ്കിൽ സാം ചതിക്കത്തില്ല, നല്ലവനാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പീറ്റ് പറയാണ്, എടാ സാമേ, നിന്റെ വൈഫ് തന്നെയാണ് പറഞ്ഞ് നീയൊക്കെ കൂടെ ഞങ്ങൾക്കിട്ട് പണിയാൻ ശ്രമിക്കുകയെന്ന്. ഇത് കേട്ടേക്ക് കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോയിന്ന് സാമിന് മനസ്സിലായി. അപ്പോഴാണ് അങ്ങേരുടെ മൈൻഡിലോട്ടൊരു ഐഡിയ വരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, 2 മില്യൺ അഡ്വാൻസ് ആയിട്ട് അക്കൗണ്ടിലോട്ട് വരാൻ പോവുകയാണ്. അത് കണ്ടാ നിങ്ങൾക്ക് ബോധ്യാവുമല്ലോ അല്ലേ. ഇത് കേട്ടേക്ക് പീറ്റ് 2 മില്യൺ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് മാത്രം തൽക്കാലം സാം രക്ഷപ്പെട്ടു. ഇവിടെ കാർമനാണെങ്കിൽ സ്റ്റിൽ അവനെ വല്ലാണ്ട് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ സാം വേഗം തന്നെ റോസ്ലിനെ കാണാൻ പോകുന്നു. ദേഷ്യം ഉച്ചിയിൽ കയറിയിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, റോസ്ലിനോട് അങ്ങ് ചൂടാവുന്നു. പക്ഷെ അവളോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എൻ്റെ പൊന്നു റോസ്ലിൻ, എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. നീയും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും, നമ്മളെല്ലാവരും രക്ഷപ്പെടും. മനസ്സിലായല്ലോ? അതുവരെ നിന്റെ പുതിയ ബോയ്ഫ്രണ്ടായ പീറ്റിനോട് ഒന്നും പറയരുത്. അവൻ എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ഇത് കേട്ടേക്ക് റോസ്ലിൻ അങ്ങ് സമ്മതിക്കുന്നു. രക്ഷപ്പെടാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല, അവൾ ആദ്യമായിട്ട് സാമിനോട് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. അങ്ങനെ പിറ്റേ ദിവസമായി. റോസ്ലിൻ്റെ കാരണമാണ് സാം 10 മില്യണിൽ 2 മില്യൺ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാമെന്ന് സമ്മതിച്ച്. ഇനിയിപ്പോൾ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ FBI ഇത്രയും വലിയ കഷ്ടപ്പാട്, പ്ലാന് എല്ലാം വെറുതെയാവും. ടെലിജിയോനെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ മിഷൻ അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് സാം നുണയായിട്ട് പറഞ്ഞ 2 മില്യൺ അഡ്വാൻസ് FBI കൊടുക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ അവസാന ഡീൽ. ടെലിജിയോക്കും കൂടെ പൈസ കൊടുക്കുന്നത് ക്യാമറയിൽ പകർത്തിക്കഴിഞ്ഞാൽ റിച്ചിയുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അങ്ങനെ ടെലിജിയോനെ കാണാൻ പോകുന്നു. എന്നാൽ അയാളുടെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ വമ്പൻ സെക്യൂരിറ്റിയാണ്. ഒരു പ്രോപ്പർ ബോഡി ചെക്ക് ഇല്ലാണ്ട് അകത്തേക്ക് കടത്തിവിടില്ല. സോ ക്യാമറ എന്ന് പറയുന്ന സാധനം അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഓഡിയോ സിസ്റ്റവും കൊണ്ടാണ് അകത്ത് കയറുന്നത്. എന്നാൽ അവിടെ ടെലിജിയോ ഇല്ല, അവൻ്റെ ലോയറാണുള്ളത്. അയാൾ മുഖേനയാണ് ടെലിജിയോ എല്ലാ ഡീലും നടത്താറ്. പക്ഷെ അതായാലും മതി, എന്തായാലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് സാക്ഷാൽ ടെലിജിയോയുടെ അക്കൗണ്ടിലോട്ടാണല്ലോ. അങ്ങനെ റിച്ചി ഡീലിനെ കുറിച്ച് ലോയറിനോട് ചോദിക്കുന്നു. അങ്ങനെ അയാൾ പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ്, പ്രോപ്പർട്ടി പേപ്പേഴ്സ് അങ്ങനെ എല്ലാം ഞങ്ങൾ അങ്ങ് സെറ്റ് ചെയ്ത് തരും. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമാതിരി ഇല്ലീഗൽ ബിസിനസ് ആണല്ലോ. ഇയാൾ പറയുന്നൊക്കെ FBI ഓഫീസിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് എൻറ്റോണിയോ. സോ ഇതിൽ പരം തെളിവുകളൊന്നും വേണ്ട. ആ 2 മില്യൺ വക്കീൽ പറയുന്ന അക്കൗണ്ടിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ പറയണ്ടല്ലോ, എല്ലാം അവസാനിച്ചു. FBI ഓഫീസിൽ മിഷൻ ജയിച്ചതിൻ്റെ ഗംഭീര ആഘോഷമാണ്. എന്നാൽ ഇതേ സമയം സാം നേരെ കാർമൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. പോവാന്ന് മാത്രമല്ല, എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്നു പറയുന്നു. അതെല്ലാം കേട്ടേക്ക് പുള്ളിക്കാരനാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ഇന്നേ വരെ കൈക്കൂലി എന്ന് പറയുന്ന സാധനം അവൻ വാങ്ങിച്ചിട്ടില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് കൈക്കൂലി വാങ്ങുന്നത്. എന്നാൽ അതാണേലോ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. കാർമൻ, എന്നെയും സിഡ്നിനെയും അറിച്ചി കുടിക്കിയതാ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിന്നെ ചതിക്കേണ്ടി വന്നത്. നിന്നെ രക്ഷിക്കാൻ എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാൻ അങ്ങേർക്ക് ഒരു താല്പര്യമില്ല. അത്രയും വെറുപ്പാണിപ്പോൾ തൻ്റെ ഉറ്റ സുഹൃത്തായ സാമിനോട്. കാർമൻ്റെ ഫാമിലി, വൈഫ് എല്ലാവരും വല്ലാത്തൊരു നോട്ടാണ് സാമിനെ നോക്കുന്നത്. അങ്ങനെ കാർമൻ 2 എണ്ണം കൊടുക്കുന്നു, അവനെ പുറത്താക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിച്ചിയും ചീഫും എൻറ്റോണിയും കൂടെ സാക്ഷാൽ സാമിനെയും സിഡ്നിനെയും വിളിപ്പിക്കുന്നത്. അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. ഇവർ ടെലിജിയോയുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത പണം ഉണ്ടല്ലോ, 2 മില്യൺ, അത് ടെലിജിയോക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർക്കൊരു കോൾ വന്നിരുന്നു. അതും അനോണിമസ് കോൾ. ആ 2 മില്യൺ തിരിച്ചു കിട്ടണമെങ്കിൽ സാമിനെയും സിഡ്നിനെയും ഈ കേസിൽ നിന്ന് അങ്ങ് ഒഴിവാക്കണം. അതേപോലെ കാർമൻക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷാ കാലാവധി മാക്സിമം കുറച്ചു കൊടുക്കണം. ഇതായിരുന്നു ആ ഫോൺ കോള്. ഇത് കേട്ടേക്ക് ഒന്നും അറിയാത്തതുപോലെയാണ് സാമും സിഡ്നിയും ഇരിക്കുന്നത്. അങ്ങനെ റിച്ചി പറയാണ്, സാറ് ഇവർക്കെല്ലാം അറിയാം, നമ്മളിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം താനേ വരും. അല്ല റിച്ചി, 2 മില്യൺ ആവശ്യപ്പെട്ടതാരാ? അത് ബ്രൻഡയോട് പറഞ്ഞ് വയർ ട്രാൻസ്ഫർ ചെയ്തതാരാ? താനല്ലേ, അല്ലാണ്ട് ഞങ്ങളല്ലല്ലോ. എല്ലാം നീ ചെയ്തിട്ട് ഞങ്ങളുടെ മേത്തോട്ടിട്ടാ അതിൻ്റെ അർത്ഥം എന്താ? അത് മാത്രമല്ല, നീയൊക്കെ ടെലിജിയോടെ ലോയർ എന്നും പറഞ്ഞ് ഏതോ ഒരുത്തിന് ക്യാഷും കൊണ്ടു കൊടുത്തു. അതൊക്കെ ഞങ്ങളുടെ കുറ്റാ. എൻ്റെ സംശയം എന്താന്ന് വെച്ചാൽ ആ 2 മില്യൺ നിൻ്റെ കയ്യിലുണ്ടെന്നാ. എടാ നീയൊക്കെ എന്നെ പറ്റിക്കണല്ലേ. നിന്നെയൊക്കെ പിടിച്ചകത്തിടാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. എന്ത് പറഞ്ഞിട്ടാണ് റിച്ചി നീ എന്നെ അകത്താക്കാൻ പോകുന്നത്? ഈ കേസിൽ നീ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന കോൺഗ്രസ്മാൻ അടക്കം ഞങ്ങളുടെ സഹായം കൊണ്ട് പിടിച്ചതാ. ഞങ്ങളെപ്പോലെയുള്ള തട്ടിപ്പുകാരെ കേസിൽ സഹായിക്കാൻ നീയൊക്കെ കൂടെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിലും വലിയ നാണക്കേട് FBI വരാനില്ല. അതും പോരാണ്ട് നിന്നെ പറ്റിച്ചു എന്നും കൂടെ പറഞ്ഞ, അയ്യേ, മോശം, വളരെ മോശം.
ഇത് കേട്ടേക്ക് കിളി പറന്നിട്ടാണ് സാക്ഷാൽ റിച്ചി നിൽക്കുന്നത്. അത് മാത്രമല്ല, എൻറ്റോണിയോ, ചീഫ് ഇവർ രണ്ടുപേരും റിച്ചിനെ കേസിൽ നിന്ന് അങ്ങ് മാറ്റുന്നു. ഇനിയാണ് സാമിൻ്റെ ഇത്രയും നേരത്തെ പ്ലാൻ നമുക്കങ്ങ് കാണിച്ചു തരുന്നത്. ടെലീജിയോടെ ലോയറാന്നും പറഞ്ഞ് മാരക പെർഫോമൻസ് കാണിച്ച ആളുണ്ടല്ലോ, അയാൾ സാമിൻ്റെ ഫ്രണ്ടാണ്. അതും സിഡ്നിയിൽ ആദ്യമായിട്ട് കണ്ട പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി നടത്തിയിരുന്ന അതേ ഫ്രണ്ട്. അയാളെ കൊണ്ട് വേഷം കെട്ടിക്കുന്നു, അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, 2 മില്യൺ വയർ ചെയ്യുന്നു. അങ്ങനെ ആ 2 മില്യൺ തിരിച്ചു കിട്ടാനായി സാമിനെയും സിഡ്നിനെയും കേസിൽ നിന്ന് അങ്ങ് ഒഴിവാക്കുന്നു. കാരണം 2 മില്യൺ ജനങ്ങൾ ടാക്സ് കൊടുക്കുന്ന ക്യാഷാണ്. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെയുള്ള തെളിവുകളും വെച്ച് കുറച്ച് കോൺഗ്രസ്മാനെയും സെനറ്ററിനെയും അങ്ങ് അറസ്റ്റ് ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മുടെ കാർമനെയും. എന്നാൽ 2 മില്യൺ തിരിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ ശിക്ഷാ കാലാവധി 18 മാസമായിട്ട് അങ്ങ് ചുരുക്കുന്നു. പക്ഷേ ഈ കേസിലൊന്നും എവിടെയും റിച്ചി ഡിമാസോയുടെ പേര് മെൻഷനാക്കിയിട്ടില്ല. താൻ ചെയ്തതെല്ലാം വെറുതെയായി നടത്തും. അങ്ങനെ എല്ലാം അവസാനിച്ചു. സിഡ്നി ആൻഡ് സാം അങ്ങ് ഒന്നിച്ചു. പിന്നെ റോസ്ലിൻ, അവളിപ്പോൾ പീറ്റിൻ്റെ കൂടെയാണ്. പിന്നെ മകൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പോരാത്തിന് ബാങ്കിൽ നിന്നൊരു ലോൺ കൊടുത്ത് സത്യമായിട്ടുള്ളൊരു ബിസിനസ് അങ്ങ് തുടങ്ങുന്നു, നന്നാവുന്നു. ഈ ഒരു പോയിന്റ് വെച്ചാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.